നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ രണ്ട് ടൈപ്പ് സാരി കാണിക്കുന്നുണ്ട്. ഒന്ന് ഡിസ്കൗണ്ട് ഉള്ളതും ഒന്ന് ഡിസ്കൗണ്ട് ഇല്ലാത്തതും. ഏകദേശം പ്രീമിയം, വലിയ പ്രീമിയം അല്ല, ഹൈ പ്രീമിയം അല്ല, ഒരു ലോ പ്രീമിയം അങ്ങനെയുള്ള രണ്ട് ടൈപ്പ് സാരിയാണ് കാണിക്കുന്നത്. ആദ്യത്തെ സാരി ഇത്. ആദ്യത്തെ സാരീസിന് ഡിസ്കൗണ്ട് ഇല്ല, ഡിസ്കൗണ്ട് ഉള്ളത് ഞാൻ പറഞ്ഞോളാം കേട്ടോ. വീഡിയോ സ്കിപ്പാക്കാതെ കണ്ടാൽ മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ ഓർപ്പിക്കുക. ഇത് നമ്മുടെ റോസ് സിൽക്കിന്റെ സാരി. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഇങ്ങനത്തെ മോഡല്, പക്ഷെ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാരിയാണ്. ഇതിന്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഞാനിപ്പം ഈ കളേഴ്സ് മാത്രമേ രണ്ട് കളേഴ്സ് കാണിക്കുന്നുള്ളൂ. റോസ് സിൽക്ക് എന്ന് പറഞ്ഞാൽ സെമി റോസ് സിൽക്കാണ്. ഫുൾ ബോഡി ഈ ഒരു നിറച്ചും വർക്ക് കൊടുത്തിരിക്കുക. എന്നാൽ ബഡ്ജറ്റ്, നല്ല ബഡ്ജറ്റ് റേറ്റിലുള്ള സാരി. ഇത് ഡിസ്കൗണ്ട് റേറ്റിലല്ല തരുന്നത്. ഇത് ഡിസ്കൗണ്ട് റേറ്റിലല്ല തരുന്നത്. ഇതിന്റെ ഒറിജിനൽ റേറ്റ് തന്നെയാണ്. ഡിസ്കൗണ്ട് ഐറ്റം വേറെ കേട്ടോ. ഇതാണ് സാരി. ഇതിപ്പോ നല്ല ഒരു പിങ്ക് ഷെയ്ഡ്. ഫുൾ ഇങ്ങനെയാണ്, ബോഡിയെ ഫുൾ ഇങ്ങനെയുണ്ട്. സൈഡിൽ ഇങ്ങനെ ലേസ് വർക്ക് അല്ലെങ്കിൽ സ്കാലപ്പ് വർക്ക് ചെയ്തേക്കുക. എന്നിട്ട് ബ്ലൗസ് വരുമ്പോ ഇങ്ങനെ പ്ലെയിൻ വരും. ഇതുണ്ടോ, കറക്റ്റ് കളറാണോ? ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ ബ്ലൗസ് വരും. 13 ബ്ലൗസ് പ്ലെയിൻ ആട്ടോ, ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുതേ. ബ്ലൗസ് പ്ലെയിൻ. അത് റോസ് സിൽക്കിന്റെ നല്ല സ്റ്റഫുമായിട്ട്. ഇത് നല്ലൊരു കളറാട്ടോ. ആർക്ക് വേണമെങ്കിലും നല്ല കളർ, മീൻസ് ആർക്ക് വേണമെങ്കിലും എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് കളർ ടോണിലുള്ളവർക്ക് വേണമെങ്കിലും നല്ലതായിട്ട് മാച്ച് ചെയ്യുന്ന കളറാണ്. നല്ല ഭംഗിയുള്ളൊരു കളറ്. ഇനി അതിൻ്റെ തന്നെ റോസ് സിൽക്കിന്റെ തന്നെ മെറ്റീരിയലാണ്. വ്യത്യാസമുണ്ട് ഡിസൈനില്. ഇതാ നല്ല ഒരു സാൻഡൽ ഷെയ്ഡ്. എന്നിട്ട് ബോർഡറും ബോഡിക്ക് ബുട്ടായും. ബോർഡർ ഇങ്ങനെ വൈറ്റ് ബോർഡർ, എംബ്രോയിഡറി വർക്ക്, ബോഡിയെ നിറച്ചും ബൂട്ടാസ്. മുന്താണിക്ക് പ്രത്യേകതകളൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് മുന്താണി. ഞാൻ ഈ മോഡൽ സാരി കാണിച്ചിട്ടുള്ള ഒത്തിരി ഇപ്പൊ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണെങ്കിലും അല്ലാത്തവർക്കൊക്കെ ആണെങ്കിലും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വരും ബ്ലൗസിന്റെ അറ്റത്ത് പിടിപ്പിക്കാനും കയ്യെ പിടിപ്പിക്കാനും ഈ ഒരു വർക്കുണ്ട്, ഒരു ബോർഡർ വർക്ക് ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ സാരി. പ്രത്യേകിച്ചൊന്നും കൂടുതലായിട്ട് കാണിക്കാനൊന്നുമില്ല. നല്ല നല്ല ഭംഗിയാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരി. എന്നാലും ഭയങ്കര ഓവർ റേറ്റ് ഇല്ല. റോസ് സിൽക്കിന്റെ സ്റ്റഫിനുള്ള ഒരു വില അറിയാലോ ഉണ്ട്. പിന്നെ ഫംഗ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാം. ബഡ്ജറ്റ് റേറ്റ് അത്രേ ഉള്ളൂ. ഒന്നിത് എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് ആണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ സൈഡിലേക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. എന്തോ ഇഷ്ടമാണ് എന്നെ എല്ലാവർക്കും. അങ്ങനെ എന്താണ് ലാലേട്ടന്റെ ഒരു ഇത് പറയുന്ന പോലെ കട്ട് വർക്ക് ഇങ്ങനെ എംബ്രോയിഡറി ചെയ്ത സെമി ടസർ അല്ല, മറ്റേ മഡ്ക ടസറിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഇത് കണ്ടോ. ഇതാണ് ഇതിന്റെ സ്റ്റഫ്. ഇവിടുത്തെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ലാവണ്ടർ ഷെയ്ഡാണ്. ലാവണ്ടർ വിത്ത് പിസ്ത ഗ്രീൻ ഷെയ്ഡ്. സാരി ഫുള്ള് കാണിച്ചു തരാം. കണ്ടോ, രണ്ട് സൈഡിലും നല്ല ഹെവി ആയിട്ട് കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, കട്ട് വർക്ക് ചെയ്ത സാരീസിന് നല്ല ഡിമാൻഡുമാണ്, നല്ല എക്സ്പെൻസീവുമാണ് കട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ട് സാരി ഡിസൈൻ ചെയ്യുന്നവർക്ക്, സ്വന്തമായിട്ട് കട്ട് വർക്ക് ഒക്കെ ചെയ്യുന്നതൊക്കെ അറിയാം. എംബ്രോയിഡറി ചെയ്യുന്നിട്ട് പിന്നെ ചെയ്യുന്നതാണ് ഈ കട്ട് വർക്ക് എന്ന് പറയുന്നത്. ഇതാണ് മുന്താണിയുടെ പാർട്ട്. മുന്താണിയുടെ പാർട്ട് 4 സൈഡിലും 3 സൈഡിലും ഇങ്ങനെ ഉണ്ട്. ഈ ഒരു വർക്കുണ്ട്. ബോഡിയെ ഫുൾ ഇങ്ങനെ ആ സ്റ്റഫ് കണ്ടോ, നല്ല ഗമാലിറ്റി തോന്നിക്കുന്ന സ്റ്റഫാണ്. നല്ല സ്റ്റഫ്. ബ്ലൗസ് വരുമ്പം ഇതേണ്ട പ്ലെയിൻ ആണ് ബ്ലൗസ്. ഏറ്റവും താഴേക്ക് പോകുമ്പോൾ ബ്ലൗസ് ഏറ്റവും ബാക്കിലായിട്ട്. നല്ല സാരി ഉണ്ടോ. 1 പ്ലീറ്റ്സ് ആയിട്ടോ ലെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇടാം. നല്ലൊരു പേളുമാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്ക് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. ഇത്രയും ലുക്കാ എനിക്കിഷ്ടാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചൊന്ന് കട്ട് ചെയ്ത്. അടുത്തത് ഈ സാരി ഞാൻ കാണിച്ചിട്ടുള്ളത് ഭയങ്കരമായിട്ട് ഡിമാൻഡുള്ള സാരിയാണ്. ഈ കാണുന്നത് മുഴുവൻ മുന്താണിയിൽ വരുന്ന ഹാൻഡ് വർക്കാണ്. എന്നാ ഭംഗിയാന്ന് നോക്കിയാൽ നല്ല രീതിക്ക് അത് ഒപ്പിയെടുക്കണം കേട്ടോ. ക്യാമറയുടെ കഴിവാണ് ഇതിനകത്തെ. അതാച്ചാൽ നേരിട്ട് കാണുന്നവർക്ക് അതറിയാം, ക്യാമറയിൽ കൂടെ കാണുന്നവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ലൊരു സൈഡ് മുന്താണിയുടെ സൈഡാണ്. ഇവിടെ ഇങ്ങനെ ഒരു കാന്താ വർക്ക്, ഇവിടെ ഹാൻഡ് വർക്ക്, ഫ്ലോറലിന്റെ ബോഡി ഫുള്ള് ഹാൻഡ് വർക്ക്. ഈ ഒരു ബൂട്ടാസ് പോലെ ചെയ്തിരിക്കുന്ന ഫുള്ള് ഹാൻഡ് വർക്ക്. സോഫ്റ്റ് ടസറാണ്. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇത് കണ്ടോ,
ഇങ്ങനെ ഇരിക്കും ബോഡി. ബോർഡറിനും ഇങ്ങനെ ഒരു കാന്താ വർക്ക് ചെയ്തിട്ടുണ്ട്, മുന്താണിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബോഡിയിൽ ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഒരു സെറി കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ എന്ന് പറയാവുന്നുള്ളൂ. ഗോൾഡന്റെ ഒക്കെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഭംഗി, ഒരു സെറി, ആ ഒരു ഫംഗ്ഷൻ ലുക്ക് കിട്ടാനായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ഫീൽ തോന്നിക്കുന്ന ടെസറിന്റെ സാരി. ഇത് നമ്മുടെ മറ്റേ കട്ടിയുള്ള പേപ്പർ പോലിരിക്കുന്ന ടെസർ അല്ല, ഇച്ചിരി സോഫ്റ്റ് ടെസറാണ്. ഇതാണ് ബ്ലൗസിൻ പാർട്ടായിട്ട് വരുന്നത്. ബോഡിയെ ഫുള്ള് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ തന്നെ ഇനി ഈ ഹാൻഡ് വർക്ക് വ്യത്യാസപ്പെട്ടുള്ള ഈ ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നില്ലേ, അത് വ്യത്യാസപ്പെട്ടുള്ള സാരി ഉണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഇത് ഡിമാൻഡോടുകൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഷോപ്പിൽ വരുന്നവർക്ക് ഇഷ്ടം. എപ്പോഴും തന്നെ ഇത് കിട്ടാൻ ഞാൻ ഒത്തിരി ശ്രമിക്കുന്ന ഒരു സാരിയാണ്. കാരണം അത്ര ആൾക്കാർക്ക് അത് പ്രിയമാണ്. നല്ല ഭംഗിയാണ്. ഇത് ഈ ഹാൻഡ് വർക്ക് മാത്രം വ്യത്യാസം, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇങ്ങനെ ഇരിക്കും കണ്ടോ സാരി. അതിന്റെ ഡിസൈൻ വേറൊരു ഡിസൈൻ, ഇതിന്റെ ഡിസൈൻ വേറൊരു ഡിസൈൻ. രണ്ടും സാരി ഒന്ന് തന്നെ. പിന്നെ ബോഡിയെ കൂടെ പോയിരിക്കുന്ന ഈ ബുട്ടാസിന്റെ ഡിസൈനും വേറൊരു ഡിസൈൻ. ഞാൻ തലകുത്തിയ കാണിക്കുന്ന അല്ലേ, ഇതുണ്ടോ, ബുട്ടാസിന്റെ ഡിസൈനും വേറൊരു ഡിസൈൻ. സ്റ്റഫ് ഇങ്ങനെ വരും. ഈ സ്റ്റഫിന് ഒത്തിരി കാര്യമുണ്ട് ഒരു ഡ്രസ്സിന്റെ. ശരിക്കും അല്ലെ, വില കൂടിയ ഡ്രസ്സിന് എപ്പോഴും ഒരു ഡിമാൻഡ് കിട്ടുന്ന വെച്ചാൽ അതിന്റെ സ്റ്റഫ് നമ്മുടെ മുഖത്ത്, നമ്മുടെ ബോഡിയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ, ഇപ്പൊ ആ ഒരു ചില പർട്ടിക്കുലർ സ്റ്റഫ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലുക്കാ വരുന്നത്. ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ അങ്ങ് മാറിപ്പോവും അപ്പിയറൻസ്. അതാണ്. ഇത് അടുത്ത ഒരു ടെസർ സാരി കണ്ടോ, നല്ല രസല്ലേ. ഇത് ബോഡി ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. ഇത് എന്നിട്ട് ഈ ഒരു സിൽവർ ബോർഡർ ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് ഭയങ്കര എടുത്തു നിൽക്കുന്നതല്ല, അവിടെ ബോർഡർ ഉണ്ട്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാം, പക്ഷെ ഭയങ്കരമായിട്ട് അങ്ങ് എടുത്തു നിൽക്കുന്നതല്ല. അത് ബോഡി ഫുള്ള് ഇങ്ങനെ തന്നെയാണ് സാരി. മുന്താണിക്ക് പ്രത്യേകതയില്ല, ബോഡിക്ക് പ്രത്യേകതയില്ല, ഒന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് സാരി ഫുള്ള്. മുന്താണിക്ക് ടാസിൽ കൊടുത്തിട്ടുണ്ട്. എന്താ നല്ല സൂപ്പർ ആയിട്ടുള്ള ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇടാം. ഇതിന് ഗോൾഡ് ഇടാണെങ്കിലും നല്ലതാ. പിന്നെ ഗോൾഡ് മിക്സ് ആയിട്ടുള്ള നെക്ലേസസ് ഒക്കെ ഇടുവാണെങ്കിലും നല്ലതാ. അല്ലാതെ മുത്തും പൗഴും പേളും ഒക്കെ ആണെങ്കിലും നല്ലതാ. ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ വരും. ബ്ലൗസ് ഇതാ, ബ്ലൗസിന്റെ ഇവിടെ ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. ടൈറ്റാൻ കൊടുത്തിരിക്കുന്ന ഫുള്ള് എംബ്രോയിഡറി വർക്കും ക്രോസ് സ്റ്റിച്ച്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ബ്ലൗസെ മാത്രമല്ല, ഈ ബോഡിയെ ഫുള്ള് കൊടുത്തിരിക്കുന്നതും വെറും എംബ്രോയിഡറി അല്ല, ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയാ. നല്ല ഭംഗിയുള്ള സാരി. ഏത് വേണേലും വാങ്ങിച്ചോ, റേറ്റുള്ള. ഇനി കാണിക്കാൻ പോകുന്നതാണ് ഡിസ്കൗണ്ട് റേറ്റിലുള്ള സാരി. നിങ്ങൾക്ക് ഓർമ്മ കാണും, ഞാനിത് വീഡിയോയിൽ ഇതിന്റെ ഡിസൈൻസ് ചിലപ്പോൾ സെയിം ആയിക്കൊള്ളണമെന്നില്ല. അതായത് ഈ ഒരു പ്രിന്റ് സാരി കാണിച്ചത് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നു കാണുമായിരിക്കും. ഇവിടുത്തെ ഡിസൈൻസ് ചിലപ്പം വ്യത്യാസം വന്നിട്ടുണ്ടാവാം. അതാ ഇതിന്റെ വേറെ മോഡലാണ് കാണിച്ചത്, അത്രയ്ക്ക് എനിക്കൊരു ഓർമ്മയില്ല. ഇത് ഡിസ്കൗണ്ടഡ് റേറ്റിലുള്ള സാരിയാ. ഇതാണ് സാരി. നമ്മുടെ സോഫ്റ്റ് ലീനൻ വരുന്ന മെറ്റീരിയൽ ആണ്. ഉടുത്ത നല്ല സ്റ്റൈലാണ്. ഇങ്ങനെ ലൈറ്റ് കൂടെ ഫ്ലോറൽ പ്രിന്റ് വരുന്നതിന് ഭയങ്കര ഡിമാൻഡാണല്ലോ. നിങ്ങളിപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഇപ്പോൾ ഈ TV കാണലോ സീരിയൽ അങ്ങനത്തെ കാണലൊന്നും നടക്കാറില്ല, സാധിക്കുന്നില്ല. പക്ഷെ ഞാൻ അതിൻ്റെയൊക്കെ ചിലപ്പോൾ ക്ലിപ്പിങ്സ് കാണുമ്പോഴൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്, അയ്യോ ഇത് നമ്മുടെ സാരിയാണല്ലോ, അങ്ങനെ വിചാരിക്കും കേട്ടോ. ഭയങ്കര ഡിമാൻഡാണ് ഇങ്ങനത്തെ സാരികൾക്ക്. ഈ ലൈറ്റ് ഷെയ്ഡിൽ ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് വരുന്നത്. ഈ സാരിയുടെ വില 1399 ആണ് ഒറിജിനൽ റേറ്റ്. ഇപ്പോഴത്തെ റേറ്റ് 899 ഉള്ളൂ, വെറും 899. പിന്നെ ബ്ലൗസ് വന്നിട്ട് ഇത് കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. നിങ്ങൾ അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ആ ഒരു ബ്ലൗസും ഈ ഒരു ഫ്ലോറൽ പ്രിന്റും ഒക്കെ കൂടിയിട്ട് ഞാൻ എന്താണെങ്കിലും ഇത് കൂട്ടൊരു സാരി എടുക്കണം. അത് വന്നപ്പോൾ തൊട്ട് വിചാരിക്കുന്നത്, ഇതുവരെ എടുത്ത് മാറ്റി വെച്ചില്ല. ഇതുണ്ടോ, നല്ല ഭംഗിയാ. ഫംഗ്ഷൻ വെയർ 899 ഉള്ളൂ എന്നൊന്നും കണക്കാക്കണ്ട. ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇടാൻ നല്ലതാ. ഒരിക്കലും വിലക്കുറവോ അങ്ങനത്തെ ഒന്നും 899 കിട്ടുമ്പോൾ അങ്ങനെ തോന്നരുത്. 1399 സാരിയാണ്. ഇതാണ് ബ്ലൗസ്. ആദ്യത്തെ ഡിസൈൻ ഇങ്ങനെ. ഈ ഇതുണ്ടോ, ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ട് അതിത്തെ കൂടെ ഇങ്ങനെ ഒരു കണ്ടോ, ഈ ഒരു ഐറ്റം കവർ ചെയ്ത് ആ ഡിസൈനിൽ കൂടെ ഇങ്ങനെ സിൽക്ക് ത്രെഡ് വെച്ച് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. കണ്ടോ, ബോഡിയെ ഫുള്ള്, ബോഡിയെ മുന്താണിക്ക് മാത്രമല്ല ബോഡിയെ ഫുള്ളുള്ള ആ ഒരു ഇതിലും ചെയ്തിട്ടുണ്ട്. ഇത് സാരി കളർ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ യെല്ലോയുടെ ലൈറ്റ് ഷെയ്ഡാ. സാൻഡൽ എന്ന് പറയാം. വേണേ സാൻഡൽ എന്ന് പറയാം അല്ലേ, സാൻഡൽ എന്ന് പറയത്തില്ലേ, ചന്ദന കളറ്.
ഇനി അതിന്റെ തന്നെ ഡിസൈൻ വ്യത്യാസപ്പെട്ട്, സെയിം സാരിയാണ്, ഡിസൈൻ വ്യത്യാസപ്പെട്ട്. കണ്ടോ? ഇത് അതിനാ ഡിസൈൻ, ഇതിന് ഈ ഡിസൈൻ. ഇതും നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ഈ ബ്ലൗസിന്റെ കൂടെ ഇടാം. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ടീൽ ബ്ലൂ ബ്ലൗസിന്റെ ബ്ലൗസ് ഒക്കെ വേണമെങ്കിലും ഇടാം. ഇത് മുന്താണിയുടെ പാർട്ടായി കാണിക്കുന്നത്. സൈഡിൽ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്, ഇതുണ്ട്. പിന്നെ സാരി ഫോൾ വെച്ചിട്ട് വേണം സാരി ഉടുക്കാൻ, എന്നാലേ അതിനുള്ളൊരു ഭംഗി കിട്ടത്തുള്ളൂ. ഉറപ്പാണത്, ഞാൻ 1000 വട്ടം പറയുന്നു. ഭംഗി 100% കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, സാരി ഫോൾ വെക്കണം. ബ്ലൗസ് വന്നിട്ട് ഇതേണ്ടേ ഇങ്ങനെ വരും. നല്ലൊരു വെറൈറ്റി ലുക്കായിരിക്കുവേ. നോക്ക്, അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഇത് ബ്ലൗസ്, ഇത് സാരി, എന്നിട്ട് നമ്മളിങ്ങനെ ഉടുക്കുന്നു. ചിന്തിച്ച് നോക്ക്. എന്റെ മോനെ, എന്നെ കൊണ്ട് ഞാൻ തന്നെ മടുത്തു. സാരി ഇതാ. പിന്നെ ഏറ്റവും വലിയ ഇതിനൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ, ഈ കളറില്ലേ, ഈ ഒരു ചന്ദന കളർ അല്ലെങ്കിൽ ലൈറ്റ് ഗോൾഡൻ യെല്ലോ കളർ, ചന്ദന കളർ എന്ന് തന്നെ പറയുന്നല്ല, സാൻഡൽ ഷെയ്ഡ് എന്ന് പറയുന്നത്, എല്ലാവർക്കും നല്ല കളർ കിട്ടും, നല്ല കളർ കിട്ടും. ഉറപ്പാണ് ഞാൻ പറയും. ഏത് കളറിൽ നല്ല ഡാർക്ക് ആണെങ്കിൽ പോലും നല്ല കളർ കിട്ടും. നല്ല കളർ ഉള്ളവർക്കാണെങ്കിൽ കുറെ കൂടി എടുത്ത് കിട്ടും, സുന്ദരികളായിട്ട് നിൽക്കും. ഇനി മീഡിയം ആണെങ്കിലും ഞാൻ വെച്ചില്ല. ഇനി അതിന്റെ തന്നെ അത് 899, ഇത് 799 ഡിസ്കൗണ്ട് റേറ്റ്. 1299 ആണ് ഇതിന്റെ. 1299 ആ കുഴപ്പമില്ല, എടുത്തോളൂ. 1299 ആണ്. മൈക്ക് ഭയങ്കര സൗണ്ട് വരും അല്ലേ? ഞാൻ പറഞ്ഞല്ലേ മൈക്കൊന്നും വേണോന്ന്, ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ മൈക്കില്ലാതെ ഇതാ സാരി, ഇതാ മുന്താണി വരുമ്പോ ഇങ്ങനെ വരും. ഈ ഫ്ലോറൽ പ്രിന്റ് വരുന്ന സാരികൾക്ക് കുറെ നാളായിട്ട് നല്ല ഡിമാൻഡാണ്. മുന്താണിയെ വരുമ്പോ വലിയ ഫ്ലോറല്, ബോഡിക്ക് വരുമ്പോ കുഞ്ഞു ഫ്ലോറല്, ബോർഡറിന് വരുമ്പോഴും ഇതുണ്ടോ ഇങ്ങനെ ഇരിക്കും സാരി. വെറും 799 ഉള്ളൂ. ഇത് വരും മുന്താണി. ഈ ബ്ലൗസ് വരുമ്പോ ദേണ്ടേ ഇങ്ങനത്തെ കുഞ്ഞു 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 പൂക്കൾ ഉണ്ടോ. ഇനി അതിന്റെ തന്നെ ഡിസൈനിൽ വ്യത്യാസമുള്ള ഒരു സാരിയും കൂടി ഉണ്ട്. 799. നമുക്ക് ഒത്തിരി സ്റ്റോക്ക് വന്നു. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി. ഇനി ഇതിന്റെ കുറെ കൂടി ഇരിപ്പുണ്ട്. വൈറ്റൽ വരുന്നതും കൂടി ഇരിപ്പുണ്ട്. ഓൺലൈനിൽ എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അല്ലെ ചിലപ്പോ ഇത് വരും. കണ്ടോ, ഗ്രീനും പീച്ചും ഒക്കെയാണ് എടുത്ത് നിൽക്കുന്ന കളർ. ബോർഡർ ഇങ്ങനെ വരും. ഇതാണ് ബോഡിയും ബോർഡറും. മുന്താണി ഇങ്ങനെ വരും. മുന്താണിയുടെ അടിയിലാ കാണുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്ന ബ്ലൗസ് ആണ്. ഇത് കണ്ടോ, ഈ ബ്ലൗസ് കണ്ടോ, ഒരു പച്ച ടാസിൽ, പച്ചയാണ് എടുത്ത് നിൽക്കുന്ന കളർ. അപ്പൊ പച്ച ടാസിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഉടുക്കാനൊക്കെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക്. ഇനിയിപ്പോ മഴക്കാലം എന്ന് വരുമോ, എന്ന് വരും എന്ന് പറയും കാത്തിരിക്കുക. ചൂടുള്ള സമയത്ത് ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കത്തില്ല. നല്ല സുഖമാണ് ബോഡിക്ക്. ഏത് കാലത്തും ചൂടുള്ള സമയമാണല്ലോ ഇപ്പൊ കൂടുതൽ അല്ലേ. ഇതാണ് മുന്താണി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സാരി കളക്ഷൻസിന്റെ വീഡിയോ. ആദ്യം കാണിച്ചത് ഡിസ്കൗണ്ട് റേറ്റിലുള്ളതല്ല, ലാസ്റ്റ് കാണിച്ച 3-5 എണ്ണമാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ തൊട്ടാണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന്. അത്രയും റേറ്റിലുള്ള സാരീസാണ്. നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല കേട്ടോ. ഞാനത് പിന്നെയും പറയാം, എല്ലാ ദിവസവും പറയാം. എന്നാലും എല്ലാവരും ചോദിക്കും വൈകുന്നേരം മതിയോ, ഉച്ച കഴിഞ്ഞ് മതിയോ, നാളെ ഇട്ടേക്കാം. അങ്ങനെ ഇല്ല. നമ്മൾ വേറൊന്നും കൊണ്ടല്ല, ലിമിറ്റഡ് സ്റ്റോക്ക് ഇതിന്. ഡിസ്കൗണ്ട് ഐറ്റത്തിന് ലിമിറ്റഡ് സ്റ്റോക്കാണ്. മറ്റേത് പിന്നെയും കുഴപ്പമില്ല. അപ്പം അങ്ങനെയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ടാറ്റ.